അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനിച്ച മാസമായ റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഇന്ന് രാത്രിയും കൂടിയേ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. എല്ലാവിധ അപകട മരണങ്ങളെ തൊട്ടും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി അടുത്തത് റബീഉൽ ആഖിറാണ്. അതും വളരെ പ്രധാനമുള്ള മാസമാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞ മാസമാണിത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അതുപോലെ തന്നെ ദിക്റും തസ്ബീഹും തഹ്ലീലും ചൊല്ലിക്കൊണ്ട് നാം അല്ലാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതാണ്. നമുക്ക് ഇന്ന് ചുറ്റുപാട് മൊത്തം നോക്കുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എത്ര ഡോക്ടറെ അടുത്ത് പോയിട്ടും നമ്മുടെ അസുഖങ്ങൾ ശിഫയാകുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, പരിശുദ്ധ ഖുർആനാണ് ശിഫ എന്ന്. ഖുർആനിലുള്ള ഓരോരോ ആയത്തുകൾ ഓതി ശരീരത്തിൽ ഊതുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുകയോ ചെയ്താൽ നമ്മുടെ അസുഖം മാറുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അസുഖങ്ങൾ ശിഫ നൽകുമാറാകട്ടെ. നാം ഒരു വിഷമഘട്ടത്തിലിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയിട്ടിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 100 സ്വലാത്ത് നിയത്ത് ചെയ്ത് ചൊല്ലിയാൽ തീർച്ചയായും ആ നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടുന്നതാണെന്ന് എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറയുകയാണ്. ആയതുകൊണ്ട് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നാം അല്ലാഹുവിലേക്ക് അടുക്കുക. ദിക്ർ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക. തസ്ബീഹും തഹ്ലീലും ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക. പരമാവധി 5 നേരം നിസ്കാരം നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ അതിൻ്റെ സുന്നത്തുകളും നിർവഹിച്ചുകൊണ്ട് സുന്നത്ത് നോമ്പുകളും നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ അകപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതൊക്കെ ധാരാളം ചൊല്ലിക്കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹുവിനോട് പറയുക. തീർച്ചയായും വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റുന്നവൻ അല്ലാഹു മാത്രമാണ്. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിപ്പിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.